പാലക്കാട്ടെ മുൻ കോൺഗ്രസ് എംഎൽഎ എ.വി. ഗോപിനാഥ് ഉടൻ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കും. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നടത്തുന്ന പൊതുസമ്മേളനത്തിൽ വെച്ചാണ് എ.വി. ഗോപിനാഥ് നിലപാട് പ്രഖ്യാപിക്കുന്നത്. LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം എത്തുന്നു തത്സമയം. ഇക്ബാൽ അറക്കൽ, ഗുഡ് ഈവനിംഗ്. ഗോപിനാഥ് എങ്ങോട്ടാണെന്നറിയാനുള്ള ആകാംക്ഷയോടെ പലതവണ നമ്മൾ ചോദിച്ചു നോക്കിയതാണ്. ഇത്തവണ ഇടത്തേക്ക് അടുക്കുന്നു എന്നുള്ള കൃത്യമായ സൂചനയാണോ വരുന്നത് ഇക്ബാൽ? ഞാനിപ്പോൾ ഉള്ളത് പെരിങ്ങോട്ടുകുറിശ്ശിയിലാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന ഈ പെരിങ്ങോട്ടുകുറിശ്ശി ഗ്രാമപഞ്ചായത്തിന്റെ മനസ്സ് അത് ആർക്കൊപ്പമാണ് എന്നൊരു കാര്യമായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. ഇപ്പോൾ അതിനുള്ളൊരു ഉത്തരത്തിനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഈ വോട്ടുകൾ, ഈ പെരിങ്ങോട്ടുകുറിശ്ശി ഗ്രാമപഞ്ചായത്തിലെ വോട്ടുകളുടെ എല്ലാം ഒരു സ്വാധീന ഘടകമായിട്ടുള്ള എ.വി. ഗോപിനാഥ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പെരിങ്ങോട്ടുകുറിശ്ശിയിലെ ഈ പെരിങ്ങോട്ടുകുറിശ്ശി ഗ്രാമപഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ഈ പെരിങ്ങോട്ടുകുറിശ്ശിക്കാരുടെ എല്ലാം ഒരു വലിയ സ്വാധീന ഘടകമാവുന്ന എ.വി. ഗോപിനാഥ് തന്റെ രാഷ്ട്രീയ ഒരു നിലപാട് പ്രഖ്യാപിക്കും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മുതൽ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആർക്കൊപ്പമാണ് എ.വി. എന്നൊരു ചോദ്യം ഉയർത്തിയിരുന്നു. അപ്പോഴെല്ലാം എ.വി. ഗോപിനാഥ് പറഞ്ഞിരുന്നത് സമയമാവട്ടെ തന്നെ നിലപാട് വ്യക്തമാക്കും എന്നൊരു കാര്യമാണ്. പക്ഷേ തന്നെ ഏറെ ദ്രോഹിച്ചിട്ടുള്ള, തന്നെ മരിച്ചിട്ടും അതുപോലെ തന്നെ പിന്നെയും കൊന്നുകൊണ്ടിരുന്ന ഈ കോൺഗ്രസിനോട് മാത്രം താൻ ഒരിക്കലും യോജിച്ചു പോവില്ല. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം താൻ ചിലപ്പോൾ എടുത്തേക്കാം എന്നൊരു സൂചനയാണ് എ.വി. ഗോപിനാഥ് അന്നെല്ലാം പറഞ്ഞിരുന്നത്. എ.വി. ഗോപിനാഥ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ മുൻ MLA ആണ്, DCC പ്രസിഡന്റാണ്, പാലക്കാട്ടെ എ ഗ്രൂപ്പിന്റെ സമുന്നതരായ നേതാവായിരുന്നു എ.വി. ഗോപിനാഥ്. അതുകൊണ്ട് തന്നെ എ.വി. ഗോപിനാഥ് കോൺഗ്രസുകാർക്കിടയിൽ വലിയ സ്വാധീനം ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ പെരിങ്ങോട്ടുകുറിശ്ശി എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമമേഖലയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വോട്ടുകൾ സ്വാധീനിക്കാൻ ഏറെ കഴിവുള്ളൊരു നേതാവാണ് എ.വി. ഗോപിനാഥ്. അദ്ദേഹത്തിന്റെ വോട്ടുകൾ ആർക്കൊപ്പം നിൽക്കുമെന്നായിരുന്നു ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന മുതൽ തന്നെ ഉണ്ടായിരുന്ന ചോദ്യം. ഏതായാലും അല്പസമയത്തിനകം തന്നെ അതിനുള്ള ഒരു ഉത്തരം വരും. ഏതായാലും നേരത്തെ നമുക്ക് ലഭിച്ചുള്ള സൂചനകൾ പ്രകാരം ഒരു പക്ഷേ ഇടതുപക്ഷത്തിനൊപ്പമായിരിക്കാം ഗോപിനാഥിന്റെ ഇത്തവണത്തെ ഒരു. നമുക്കും കാത്തിരിക്കാം. വേദിയിൽ എത്തിക്കഴിഞ്ഞു, നിലപാട് പ്രഖ്യാപിക്കാൻ പോകുന്നു. LDF-നൊപ്പം ഏറെക്കുറെ ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ. നമുക്ക് കണ്ടറിയാം.